അസിഡിറ്റി പാടെ ഇല്ലാതായി, തീരെ ഇല്ല. ഇപ്പൊ ബ്ലോട്ടിംഗ് കൊണ്ട് അതിപ്പം തീരെ ഇല്ലാതായി. ഒരു 73 kg ഉണ്ടായിരുന്നു, ഞാനിപ്പോ 65 എത്തി. എനിക്ക് അപ്പൊ ഇന്ന് അഷ്റഫ് കണ്ണൂരിന്ന് വന്നതാണ്, നമ്മളെ ക്ലയന്റ് ആണ്. അപ്പം മൂപ്പരെ വിശേഷങ്ങളൊക്കെ മൂപ്പര് പറഞ്ഞോളും. അപ്പൊ എന്തൊക്കെയുണ്ട്? സുഖായിരിക്കുന്നു. ഞാൻ ഏകദേശം ഒരു 2 മാസം മുന്നെയാണ് നവാസിന്റെ ഇതിലേക്ക് വരുന്നത്. ഒരുപാട് വർഷമായിട്ട് പല ഡയറ്റുകളും പരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാറുണ്ട്, ബാഡ്മിന്റൺ കളിക്കാറുണ്ട്. ബോഡി ഫിറ്റ് ആണെങ്കിലും എന്റെ കൊളസ്ട്രോൾ ലെവല് എപ്പോഴും ഒരു പ്രശ്നമായിരുന്നു. അതേപോലെ ബ്ലഡ് ഷുഗർ ലെവല്. മറ്റൊരു വലിയ പ്രശ്നം അസിഡിറ്റിയാണ്. അസിഡിറ്റി ഒരു വലിയൊരു ഇതായിരുന്നു. അപ്പൊ അസിഡിറ്റി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്താലും വയറിങ്ങനെ ചാടി തന്നെ വീർത്ത് തന്നെ കിടക്കും. അപ്പൊ ഇപ്പൊ ഞാനൊരു 1.5 മാസമായിട്ടുണ്ടാവും സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ 1.5 മാസം കൊണ്ടുണ്ടായ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് അസിഡിറ്റി പാടെ ഇല്ലാതായി, തീരെ ഇല്ല ഇപ്പൊ. മറ്റൊന്ന് ഈ വയറ് ചാടി എന്നുള്ള, വയറില്ലാഞ്ഞിട്ടും വയറ് ചാടിയൊരു പ്രതീതിയായിരുന്നു. ഇപ്പൊ ബ്ലോട്ടിംഗ് കൊണ്ട് അതിപ്പം തീരെ ഇല്ലാതായി. ഇപ്പം കാണുന്നവരൊക്കെ എന്നോട് പറയാൻ തുടങ്ങി നന്നായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള. ഒരു 73 kg ഉണ്ടായിരുന്നു, ഞാനിപ്പോ 65 എത്തി. എനിക്ക് വേണ്ടുന്നത് 65-100 വേണ്ടുന്നത് എന്റെ ഹൈറ്റിനനുസരിച്ചിട്ട്. ഞാൻ ആ ഒരു വെയിറ്റിലേക്ക് എത്തി. ഇനിയുള്ള കുറച്ച് മാസം കൊണ്ട് മസിൽ ഗെയിന് കുറച്ച് നേടിയാല് അടുത്ത് വന്നാല് എല്ലാം സെറ്റാവും. അപ്പൊ ആളുകൾ ഇത്രയും കാലം ഈ ഫാറ്റ് കഴിക്കുന്നത്, മീറ്റ് കഴിക്കുന്നത് പേടിയോടെ കണ്ടതാണ്. അപ്പോ അനുഭവം കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. അതെ, അതാണ് അനുഭവിച്ചവർക്ക് അതിന്റെ റിയാലിറ്റി മനസ്സിലാവുള്ളൂ. പുറത്തുനിന്ന് കാണുമ്പോ ഒരു പേടി സംഭവങ്ങളൊക്കെ തോന്നും. അതെ. എന്തായാലും ഒരു ബ്ലഡ് ടെസ്റ്റും കൂടി കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഫീഡ്ബാക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് പുറത്തുവിടാം. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത്, ഡോക്ടർമാർ പറയുന്നതിലല്ല കാര്യം. പിന്നെ ന്യൂട്രീഷന്മാരും ഡയറ്റീഷ്യന്മാരുടെ അടുത്ത് പോയാലേ പല കാര്യങ്ങളും നടക്കുള്ളൂ. നേരത്തെ ഇപ്പൊ ചില ഡോക്ടേഴ്സ് ഇതിലോട്ട് വന്നു തുടങ്ങി, ചിലരിപ്പോഴും ആ ഒരു പഴയ ഒരു ഇതിന്റെ അണ്ടറിൽ തന്നെയാണ് പോകുന്നത്. മാറ്റം വരാനുണ്ട്. ന്യൂട്രീഷനിസ്റ്റ് ആണെങ്കിലും പലരും പഴയ രൂപത്തിൽ. എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാല്, ചിലരൊക്കെ പറയുന്നത് ലോങ് ടൈമിൽ ഈ ഡയറ്റ് ഇഷ്യൂ ഉണ്ടാക്കും എന്ന് പറയുന്നതിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? ഇപ്പൊ ഷോർട്ട് ടൈമിൽ ഇഷ്യൂ ഇല്ലെങ്കിൽ പിന്നെ ലോങ് ടൈമിലും ഉണ്ടാവില്ല. ഷോർട്ട് ടൈമിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ലോങ് ടൈമിലും ഉണ്ടാവും. അതാണ് അതിന്റെ സംഭവം. ഇപ്പൊ നിങ്ങൾക്ക് എത്ര 40 വർഷങ്ങളെ ഡയറ്റ് ഒക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫുഡാണല്ലോ ഈ ഡയറ്റ്. 40 വർഷങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് അസിഡിറ്റി, ഷുഗർ അൺസ്റ്റേബിൾ ആയി, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടായി. അപ്പൊ അത് നമ്മൾ ഈ ഡയറ്റ് കൊണ്ടല്ലോ. ഇത് ജസ്റ്റ് ഒരു 1.5 മാസം കൊണ്ട് നമ്മള് ഇഷ്യൂ സോൾവ് ആയി. അത്രക്കും ഒരു റിക്കവറിങ്ങും റിവേഴ്സിങ്ങും കൂടാണ് നമ്മളെ ഡയറ്റ്. ഇത് ലോങ് ടൈമിനും ചെറിയ സമയത്ത് എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് എന്റെ ഓവറോൾ ബോഡിയിൽ നല്ലപോലെ അത് ഫീൽ ചെയ്യുന്നുണ്ട്, എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ക്ഷീണമൊക്കെ ഏറെക്കുറെ മാറിക്കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഈ ക്ഷീണം കാരണം ഇങ്ങനെ ആവി ഇട്ടുകൊണ്ടിരുന്ന ഞാൻ, അപ്പൊ അതൊന്നും ഇപ്പൊ ഇല്ല. ഇതാണ്. അപ്പൊ ഇതെന്നെ കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ.